ഹായ് ഗീക്സ്, വെൽക്കം ടു ജിഷ്ണു ഗീക്സ്. നോട്ട് ജെയ്സ് ക്രാഷ് കോഴ്സിൻ്റെ ഡേ 6 സെക്ഷനാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ്. എന്താണ് ഡാറ്റാബേസ്, ഓക്കെ, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ഉണ്ട്, SQL ഡാറ്റാബേസ് എന്താണ്, നോ SQL ഡാറ്റാബേസ് എന്താണ്, അതിൻ്റെ ഡിഫറൻസസ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം എന്താണ് MongoDB. MongoDB എന്നുള്ള പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസിൻ്റെ പേരാണ്. നമ്മളിപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസ് ആണ് നമ്മുടെ MongoDB. സോ അതുകൊണ്ട് നമ്മൾ MongoDB ആണ് നമ്മുടെ ഈ സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ ലൈക്ക് ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ CRUD ഓപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഓക്കെ, ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ Node.js ആപ്ലിക്കേഷൻ, നമ്മുടെ API കോഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ MongoDB ആയിട്ട് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത്. മാത്രമല്ല, നിങ്ങൾ ഡേ 1 മുതൽ ഡേ 5 വരെ വാച്ച് ചെയ്താൽ മാത്രമേ ഈ വരുന്ന ഡേ 6ഉം ഡേ 7ഉം മനസ്സിലാവുകയുള്ളൂ. സോ പ്ലീസ് വാച്ച് ഡേ 1 to 5 ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇത് വാച്ച് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ വിത്തൗട്ട് ഫർദർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് എന്താണ് ഡാറ്റാബേസ്, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്താ സംഭവം? ഡാറ്റാബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന ഒരു സ്ഥലം, പ്ലേസ്, അതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, നമുക്ക് വി ക്യാൻ സ്റ്റോർ ആൻഡ് ഓർഗനൈസ് ഡാറ്റ ഈസിലി. സോ അതിന് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയും. ഓക്കെ, സോ അപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ഉണ്ട്, അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്രയും ടൈപ്സ് ഓഫ് ഡാറ്റാബേസ്, ഏതെങ്കിലും ഒരു ഡാറ്റാബേസ് കൊടുത്താൽ പോരെ, വരുന്ന ഡാറ്റയൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കില്ലേ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ബേസിക്കലി നമുക്ക് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ഡാറ്റകൾ, ഒരുപാട് തരത്തിലുള്ള ഡാറ്റകൾ ഉണ്ടാവും, ഒരുപാട് തരത്തിലുള്ള പ്രൊജക്ട്സ് ഉണ്ടാവും. ഓരോ പ്രൊജക്ട്സിനനുസരിച്ചും ഒരുപാട് ഡാറ്റാസ് വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്താൽ അവർക്ക് റിയൽ ടൈം ആയിട്ടുള്ള ഡാറ്റയാണ് വേണ്ടത്. സോ അതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് NoSQL ഡാറ്റാബേസ് ആണ്. സോ ഓരോ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട്, വരുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് നമ്മൾ ഓരോ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് ഓരോ ഡാറ്റാബേസ് യൂസ് ചെയ്യണം. അതിനാണ് ഇത്രക്കാരം ഡാറ്റാബേസ് ടൈപ്സ് ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നത് NoSQL ഡാറ്റാബേസ് ആണ്. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെമി സ്ട്രക്ചർഡ് ഡാറ്റ ആയിരിക്കും. മോർ ആൻഡ് ഓൾസോ നമുക്ക് റിയൽ ടൈം ആയുള്ള ഡാറ്റ കാണിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ NoSQL ഡാറ്റാബേസ് യൂസ് ചെയ്യും. ഓക്കെ, സോ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഫ്ലെക്സിബിൾ ഡാറ്റാബേസ് സ്റ്റോർ ഇൻ വേരിയസ് ഫോർമാറ്റ്സ് ലൈക്ക് ഡോക്യുമെന്റ്സ്, കീ വാല്യൂ പെയർസ് ആയിട്ട് നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിന് ലൈക്ക് ഇതാണ് ഓരോ സിനാറിയോസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. നമുക്ക് SQL ഡാറ്റാബേസും യൂസ് ചെയ്യാം, അത് സ്ട്രക്ചേർഡ് ഡാറ്റാബേസ് ആയിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇതിൽ യൂസ് ചെയ്യുന്ന 2 ഡാറ്റാബേസ് ആണ് MySQL, PostgreSQL. ബട്ട് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയുള്ള MongoDB ഉള്ളതുകൊണ്ടാണ് ഞാൻ NoSQLിലേക്ക് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ MySQLോ PostgreSQLോ സെഷൻ ഇട്ട് തരുന്നതാണ്. ഓക്കെ, സോ എന്താണ് ഡാറ്റാബേസ്, എത്ര ടൈപ്സ് ഉണ്ട്, എന്തിനാണ് ഇത്രയും ടൈപ്സ് ആക്കിയത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് കത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, ഓരോ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഡാറ്റാബേസ് യൂസ് ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റിന് അനുസരിച്ചിട്ട് ഡാറ്റാബേസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തിനാണ് ഈ ഡാറ്റാബേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് API തന്നെ ഈ സ്റ്റോറിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അതൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ APIയിൽ കോഡ് ചെയ്യാനേ പറ്റൂ, അത് സ്റ്റോർ ചെയ്യാൻ ഒരു സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു രജിസ്റ്റർഡ് സ്ക്രീൻ ഉണ്ട്. ഓക്കെ, ഇതൊരു UI ആണ്. ഈ ഒരു UIയിൽ ഫോൺ എൻ്റർ ചെയ്യാം, ഇമെയിൽ എൻ്റർ ചെയ്യാം, പിന്നെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാം, പിന്നെ ഒരു സൈൻ അപ്പ് ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇത് നമ്മൾ റിയാക്ടർ ഉണ്ടാക്കിയ ഒരു UI ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു API ഉണ്ടാക്കിയിട്ടുണ്ട് Node.js വെച്ചിട്ട്. അപ്പോൾ ഈ 3 ഡാറ്റയും നമ്മൾ പാസ് ചെയ്യും Node.js ആപ്ലിക്കേഷനിലേക്ക്. എന്നിട്ട് നമ്മൾ DB ഉള്ളത് കൊണ്ട് നമുക്ക് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാം. ഇല്ലാത്ത കേസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 3 കാര്യങ്ങളും കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, ഇവിടെ സ്റ്റോർ ചെയ്യാൻ ഒരു പ്ലേസും ഇല്ല. ഓക്കെ, സോ നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് ഈ 3 കാര്യങ്ങളും ഈ Node.js APIയിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും, പാസ് ചെയ്യാൻ ക്വറിയിൽ എഴുതിയിട്ടുണ്ടാവും. ഒന്നുകിൽ നമ്മുടെ ഡാറ്റാബേസിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, db.insert അങ്ങനെയുള്ള കുറച്ച് ക്വറീസ് ഉണ്ട് MongoDBയിൽ, അത് വെച്ച് നമ്മൾ നമ്മുടെ MongoDBയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സിനാറിയോ എന്ന് വെച്ചാൽ അതേ യൂസർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പിന്നെ പുറത്ത് അത് ക്ലോസ് ചെയ്ത് പിന്നെ ഒരു ദിവസം വന്ന് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ UIയിൽ ഫോണും പാസ്വേഡും മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ. അതിൽ ലോഗിൻ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗിൻ API നമ്മൾ Node.jsൽ എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ലോഗിൻ APIയിലേക്ക് ഇത് രണ്ടും പാസ് ചെയ്തിട്ട് Node.jsൽ എഴുതിയിട്ടുണ്ടാവും ഈ ഫോണും പാസ്വേഡും നമ്മുടെ ഡാറ്റാബേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് Node.jsൽ എഴുതിയിട്ടുണ്ടാവും.
Node.js പോയി ചെക്ക് ചെയ്യും, ഡാറ്റാബേസിൽ പോയി ചെക്ക് ചെയ്ത് ഡാറ്റാബേസിൽ ഉണ്ടെങ്കിൽ റെസ്പോൺസ് കൊടുക്കും, ഇല്ലെങ്കിലും റെസ്പോൺസ് കൊടുക്കും. ഇല്ലാന്ന് ഉണ്ടെങ്കിലും രണ്ട് റെസ്പോൺസ് ഇവിടുന്ന് വരും, നമ്മുടെ ഡാറ്റാബേസിന് റെസ്പോൺസ് വരും. അപ്പോൾ Node.js നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു യൂസർ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് പോകും, ഇല്ലെങ്കിൽ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് കാണിക്കും. സോ DB ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു രജിസ്ട്രേഷനും ലോഗിൻ ഫ്ലോ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് DB നമുക്ക് ഈ Node.js വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ഹാർഡ് കോഡ് ചെയ്തൊക്കേണ്ടി വരും. ജസ്റ്റ് ഡമ്മി ഡാറ്റ വെച്ച് മാത്രമേ കളിക്കാൻ പറ്റൂ. സോ ഇതാണ് നമ്മുടെ ഈ ഒരു DBന്റെ ഒരു ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഫ്ലോ ജസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു API കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പക്ക സെറ്റ് ആയിട്ട് വരും. ഓക്കെ, ചെയ്യണമെന്നില്ല. സോ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് SQL വേഴ്സസ് NoSQL. SQLന്റെ ഫുൾ ഫോം അറിയായിരിക്കും, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, പേര് തന്നെ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, സ്ട്രക്ചേർഡ് ആയിരിക്കും. ഓക്കെ, സോ അതിന് രണ്ട് ഡിഫറൻസും കാര്യങ്ങളും ഞാനിവിടെ ടേബിളായിട്ട് എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് റെഫർ ചെയ്യാം. എന്താണ് സംഭവങ്ങൾ, കാര്യങ്ങൾ. SQLന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഡാറ്റാബേസ് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. പിന്നെ MySQL ഉണ്ട്, അതുകൂടാതെ PostgreSQL എന്നുള്ള ഒരു ഡാറ്റാബേസും ഉണ്ട് SQLന്റെ അണ്ടറിൽ വരുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് NoSQL ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് MongoDB. അതുകൂടാതെ Redis എന്നുള്ള ഡാറ്റാ ബേസ് ഉണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ് NoSQLന്റെ എക്സാമ്പിൾസ്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് തിയററ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യം ഇൻ്റർവ്യൂ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റും. എന്താണ് SQL, എന്താണ് NoSQL, അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ് ചോദിക്കും. ജസ്റ്റ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, അധികം തിയററ്റിക്കൽ നോളജ് ഒന്നും ഇതാക്കുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് പോസ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് സ്ട്രക്ചേർഡ് ആയിരിക്കും, സെമി സ്ട്രക്ചേർഡ് ആയിരിക്കും. ഓക്കെ, ഡൈനാമിക് സ്കീമ ആയിരിക്കും, ഇതിനൊരു ഫിക്സഡ് സ്കീമ ഉണ്ടാവും. ഓക്കെ, സോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ MongoDB നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. സോ അതിൻ്റെ കാര്യങ്ങളാണ്. അതിനുശേഷമാണ് നമ്മൾ API എഴുതിയിട്ട് MongoDB ആയിട്ട് കണക്ട് ചെയ്യുന്നതും സാമ്പിളായിട്ട് API ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ അതിനുശേഷം ചെയ്യാം. സോ വിത്തൗട്ട് ഫർദർ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ MongoDBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ MongoDB ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അവിടെ നിന്ന് എടുത്തോ, സീനില്ല. എന്നിട്ട് നമുക്ക് ഇത് കമ്മ്യൂണിറ്റി എഡിഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്, അതായത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് മേ ബി വായിച്ചു നോക്കുക എന്ന സംഭവം ഒന്ന് മനസ്സിലാവും. ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഇതിൽ കറണ്ട് വെർഷൻ കാണും, അത് നമുക്ക് ഏത് വെർഷനാണോ നമ്മൾ ലേറ്റസ്റ്റ് വെർഷനാണ് എടുക്കാറ്, ജസ്റ്റ് കറണ്ട് തന്നെ ആസ് ഇറ്റ് ഈസ് വെക്കുക. പിന്നെ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് നിങ്ങളെ വിൻഡോസ് ഏത് 32 ആണോ 64 ആണോ വന്നിട്ടുണ്ടാവും. MSI തന്നെ സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ മെയിൻ ടൈമിൽ ഇത് ഡൗൺലോഡ് ചെയ്തതിന് വെച്ചിട്ട് നമുക്ക് വേറൊരു സാധനം കൂടി ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ പേരാണ് MongoDB ഷെല്ല്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഇതിലും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചിലപ്പോൾ സിപ്പ് ആയിരിക്കും ഉണ്ടാവുക, അതിന് പകരമായിട്ടിട്ട് MSI ആക്കണം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് പോസ് ചെയ്യാം ഇൻസ്റ്റാളേഷൻ. ഓക്കെ, സോ MSI ആക്കിയാൽ ഡയറക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, MSI വെച്ചിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ MongoDB ഷെല്ലും കൂടി ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 44 MB ഉള്ളൂ, ഇൻസ്റ്റാൾ ആവുന്നതാണ്. സോ നമുക്കിനി അടുത്തത് ഇത് രണ്ടിൻ്റെയും ഇൻസ്റ്റാളേഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വെച്ച ഈ ഒരു ഡൗൺലോഡ് കമ്മ്യൂണിറ്റി എഡിഷനിലെ MongoDB കമ്മ്യൂണിറ്റി എഡിഷൻ, അതായത് 700 MB ഉണ്ടാവും, അത് നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ്റെ പ്രൊസീജിയറുള്ള ഫുള്ളായിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ഇതുപോലെ നെക്സ്റ്റ് അമർത്തുക, ടിക്ക് കൊടുക്കുക, നെക്സ്റ്റ് അമർത്തുക, കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്യുക, ആസ് ഇറ്റ് ഈസ് നെക്സ്റ്റ് കൊടുക്കുക. MongoDB കൂടി ഇൻസ്റ്റാൾ ചെയ്യാം, നെക്സ്റ്റ് അമർത്തുക, ഇൻസ്റ്റാൾ അമർത്തുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു വിൻഡോയും കൂടി ഓപ്പൺ ആയത് വരേണ്ടതാണ്, കുറച്ച് വെയിറ്റ് ചെയ്യാം. യെസ് ഒന്ന് ജസ്റ്റ് യെസ് അമർത്തുക. അപ്പോൾ സംഭവം കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഫൈനലി MongoDB നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, ജസ്റ്റ് ഇത് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ക്ലോസ് ചെയ്യാം. നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ജസ്റ്റ് ഫയൽസിലേക്ക് പോവാം. ജസ്റ്റ് എന്നിട്ട് നമ്മുടെ ദിസ് PC പോവാം, C ഡ്രൈവിലേക്ക് പോവാം, അതിൽ പ്രോഗ്രാം ഫയൽസിലേക്ക് പോവാം. അതിനുശേഷം MongoDBൻ്റെ ഫോൾഡർ എവിടെയാണെന്ന് തപ്പി പിടിക്കുക. MongoDB ഇവിടെ ഉണ്ട്, എടുക്കുക. സെർവറിലേക്ക് പോവാം, 8.0ലേക്ക് പോവാം, പിന്നിലേക്ക് പോവാം, ജസ്റ്റ് കോപ്പി
ഈ പാത്ത് ഒന്ന് കോപ്പി ചെയ്തിടാം. ഓക്കെ, ജസ്റ്റ് കോപ്പി. ഇനി അടുത്തത് നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾ ആഡ് ചെയ്യണം. ഇത് അതിനായിട്ട് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റൽ വേരിയബിൾസ്, യെസ്, ഇങ്ങനെ അടിച്ചാൽ വരും. എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഓപ്പൺ അടിക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് വരണം. അഡ്വാൻസ്ഡ് വന്നിട്ട് എൻവയോൺമെൻറ്റ് വേരിയബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെയല്ല, താഴോട്ട് വരിക. ഇവിടെ പാത്ത് എന്ന് എഴുതിയിട്ടുണ്ടാവും. ജസ്റ്റ് പാത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് എന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത സാധനം ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ നമ്മുടെ MongoDB നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാളായി. എൻവയോൺമെൻറ്റ് വേരിയബിളൊക്കെ സെറ്റാക്കി വെച്ച്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ ഈ ഷെല്ലിൻ്റെ കാര്യങ്ങളാണ്. അതിനായിട്ട് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും 44 MB. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആവാത്തെ, യെസ്, ഓപ്പൺ ആയിട്ടുണ്ട്. MongoDB ഷെല്ലിൻ്റെ സെറ്റപ്പാണ്. നെക്സ്റ്റ് അമർത്തുക. ഇത് വേണ്ട, അൺടിക്ക് ചെയ്യുക. നെക്സ്റ്റ് അമർത്തുക, ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് യെസ് അമർത്തുക. സോ ഇത് പെട്ടെന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇൻസ്റ്റാളായി, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ MongoDB കമ്മ്യൂണിറ്റി എഡിഷനും ഷെല്ലും കൂടി ഇൻസ്റ്റാളായി. സോ ഇത് നമുക്ക് ചെക്ക് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ജസ്റ്റ് CMD അമർത്തിയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. MongoDB വേർഷൻ, യെസ്, സക്സസ്ഫുള്ളി നമ്മുടെ സിസ്റ്റത്തിൽ MongoDBൻ്റെ സംഭവം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഇൻസ്റ്റാളേഷന് സീനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്, ഫിക്സ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ടെലിഗ്രാമിലായാലും വാട്സപ്പിലായാലും രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇൻസ്റ്റാളേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ Node.js ആപ്ലിക്കേഷൻ വെച്ച് നമ്മുടെ MongoDB ആയിട്ട് കണക്ട് ചെയ്ത് ഡാറ്റ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസ് അറിയേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ടേംസ് അറിയണം. അതാണ് ഈ സ്കീമാസ് എന്താണ്, മോങ്കോസ് എന്താണ്, മോഡൽസ് എന്താണ്, അങ്ങനെ കുറച്ചുള്ള ബേസിക് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോങ്കോസ് എന്താണെന്ന് നോക്കാം. മോങ്കോസ് എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ഒരു ലൈബ്രറിയാണ്. ലൈക്ക് ODM ലൈബ്രറി എന്ന് പറയും. ODM എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഡോക്യുമെന്റ് മാപ്പിംഗ് ലൈബ്രറി. ഓക്കെ, ഇത് Node.jsന്റെ ഒരു ഇൻബിൽഡ് ലൈബ്രറിയാണ്. സോ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത് npm install mongoose എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഒരു മോങ്കോസ് എന്തുകൊണ്ട് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ. മോങ്കോസ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോങ്കോസ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് സ്കീമാസ് ഒക്കെ ഡിഫൈൻ ചെയ്യാം, മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സാധാരണ MongoDB എന്നുള്ള ഒരു പാക്കേജ് വെച്ചിട്ട് നമുക്ക് MongoDB ആയിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലൈക്ക് നമ്മുടെ API ക്രിയേഷനിൽ Express.js യൂസ് ചെയ്ത പോലെ നമ്മൾ മോങ്കോസ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ഫീച്ചർ ഇവിടെയുണ്ട്. ലൈക്ക് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ജസ്റ്റ് പൗസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതാണ് ജസ്റ്റ് മോങ്കോസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമുക്ക് എന്താണ് സ്കീമ എന്ന് പറയാം. ബേസിക്കലി സ്കീമാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡാറ്റാബേസിലാകുമ്പോൾ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം, ഇന്നത്തെ പ്രോപ്പർട്ടീസ് കൊടുക്കണം. എന്തെങ്കിലും ഡാറ്റ വെച്ച് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡാറ്റക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെയിം ആണെങ്കിൽ നമുക്കത് എന്താണ്, സ്ട്രിങ് ആണോ ഇൻറ്റിജർ ആണോ, അതിൻ്റെ ടൈപ്പ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏജ് ആണെങ്കിൽ അതിൻ്റെ ടൈപ്പ് കൊടുക്കാം. അപ്പോൾ ഓരോ ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ടൈപ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അത് നമുക്ക് റിക്വേർഡ് ആണെങ്കിൽ, റിക്വേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിം എന്തായാലും വേണം. API നിന്ന് വരുന്നുണ്ടെങ്കിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നെയിം എന്തായാലും വേണമെങ്കിൽ റിക്വേർഡ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നെയിം ഇല്ലാണ്ടാണ് APIയിലേക്ക് ഡാറ്റാബേസിലേക്ക് പാസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇഷ്യൂ അടിക്കും. ലൈക്ക് നെയിം ഇല്ല, APIയിൽ നെയിം എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ അടിക്കും. ഇതൊക്കെ വേണമെങ്കിൽ റിക്വേർഡ് ഫാൾസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഓപ്ഷണൽ ആണെങ്കിൽ റിക്വേർഡ് ഫാൾസ് കൊടുക്കാം. അങ്ങനെയുള്ള കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്കീമ എന്നുള്ള മെത്തേഡിൽ യൂസ് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. Schema is a blueprint for how data is structured in a collection. It defines the fields, the types and rules for validation. ലൈക്ക് ജസ്റ്റ് നമ്മൾ സ്കീമ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോങ്കോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ റിക്വയർ ചെയ്യും npm ഇൻസ്റ്റാൾ അടിച്ച ശേഷം. അതിനുശേഷം നമ്മൾ ഒരു വേരിയബിളിലേക്ക് കോൺസ്റ്റന്റ് യൂസർ കീസ് നമ്മൾ ഒരു വേരിയബിളിലേക്ക് ന്യൂ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് ഈ മോങ്കോസിന്റെ പാക്കേജ് ഉപയോഗിച്ചിട്ട് മോങ്കോസ് ഡോട്ട് സ്കീമ എന്ന് ജസ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു JSON ആയിട്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അതിൽ എന്ത് ഡാറ്റ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യാം. അത്രയും ഡാറ്റ നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇത്രയും ടേബിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത മോഡൽസും കൂടി പറഞ്ഞ് ഒരു എക്സാമ്പിളും കൂടി പറയുന്നതാണ്. അതിനുശേഷം നമ്മൾ APIയും കൂടി ചെയ്യുമ്പോൾ പക്കയാവും, ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത നമുക്ക് മോഡൽസ് എന്താണെന്ന് പറയാം. മോഡൽസ് സിംപ്ലി നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പറയാം, ലൈക്ക് മോങ്കോസിലുള്ളത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ നമുക്കൊരു സ്കീമ ഡിഫൈൻ ചെയ്തു. ആ സ്കീമിന് അനുസരിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു ഡാറ്റാബേസിലേക്ക് നമുക്ക് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ആഡ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് ഇൻബിൽഡ് ആയിട്ട് സേവ്, ഡിലീറ്റ്, ഗെറ്റ് ഇങ്ങനെ പറഞ്ഞ കുറച്ച് ഇൻസ്റ്റൻസസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കോൺസ്റ്റന്റ് യൂസർ വേരിയബിളിലേക്ക് നമ്മൾ മോങ്കോസ് ഡോട്ട് മോഡൽ എന്നുള്ള ഒരു കീവേഡാണ്. മറ്റേ സ്കീമ എന്നുള്ളത് ഡോട്ട് സ്കീമ, ഇത് മോഡൽ എന്നുള്ള മോങ്കോസ് ഡോട്ട് മോഡൽ, ആ ഒരു മോഡലിന്റെ പേര്. പിന്നെ യൂസർ സ്കീമ, അതിൽ ഏത് സ്കീമിനനുസരിച്ചിട്ടാണോ ആ സ്കീമിന്റെ പേര് കൊടുക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി കത്തും. ഇതാണ് നമ്മുടെ സ്കീമ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു സ്കീമ ഡിഫൈൻ ചെയ്യുന്നു. നമുക്ക് ഡാറ്റാബേസിലേക്ക് എങ്ങനെയുള്ള ഡാറ്റയാണ് പാസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേരിയബിളിലേക്ക് മോങ്കോസ് ഡോട്ട് മോഡൽ അതിൻ്റെ പേര് കൊടുക്കുന്നു. ഈ ഒരു സ്കീമിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു. അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിലും ജസ്റ്റ് ഫോർ എക്സാമ്പിൾ അവിടെ ഇപ്പോൾ ഹാർഡ് കോഡ് ചെയ്തിട്ടാണ് ഡാറ്റ കൊടുക്കുന്നത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്ത കേസ് നമ്മൾ APIയിൽ പാസ് ചെയ്യുകയാണ് ചെയ്തത്. അത് ഞാൻ പറഞ്ഞുതരാം, അടുത്ത മീൻസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ പറയാം. ഇപ്പോൾ കോൺസ്റ്റന്റ് യൂസർ, ന്യൂ യൂസർ. അപ്പോൾ നിങ്ങൾ ഈ യൂസർ എവിടെ നിന്ന് വന്നത്? ഈ യൂസറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത മോഡൽ. ഈ മോഡലിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ഈ ഒരു മോഡൽ യൂസർ സ്കീമ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നെയിം, ഏജ്, ഇമെയിൽ 3 ഡാറ്റ വേണം. അപ്പോൾ നേരെ ഇതിലേക്ക് വന്നു. ഇതിൽ യൂസർ എന്നുള്ള മോഡലുണ്ട്, യൂസർ സ്കീമ വെച്ചിട്ട് നേരെ ഇവിടെ വന്നു. ഇവിടെ നമ്മൾ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ്, ന്യൂ യൂസർ. അതിൽ ന്യൂ യൂസർ എന്നുള്ള മോഡൽ വെച്ചിട്ട് അതിൽ ഡാറ്റ നമ്മൾ പാസ് ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തു. നെയിം, ഏജ്, ഇമെയിൽ. ഇത് സ്ട്രിങ് ആണ്, ഇത് ഇൻറ്റിജർ ആണ്, സ്ട്രിങ് ആണ്. ഓക്കെ, ഇനി ഇത് എങ്ങനെ DBയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റൻസ് മെത്തേഡ് ഉണ്ട്. ലൈക്ക് ഇവിടെ സേവ്, ഡിലീറ്റ്, ഇത് ഇൻബിൽഡ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് മെത്തേഡാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂ യൂസർ, ഈ യൂസർ ഡോട്ട് സേവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ DBയിലേക്ക് ഇത് ഇൻസേർട്ട് ആവുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സ്കീമ മോഡൽസിന്റെ ഫ്ലോ മാത്രമേ കാണിക്കുന്നുള്ളൂ. API വെച്ച് ചെയ്യുമ്പോൾ MongoDB URL ആയിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അന്നേരം കാണിച്ചു തരാം. ജസ്റ്റ് ബേസിക് ആയിട്ട് ഫ്ലോ മനസ്സിലാക്കാം. സ്കീമ ഡിഫൈൻ ചെയ്തു, മോഡൽ ഡിഫൈൻ ചെയ്തു, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, ന്യൂ യൂസർ ഡോട്ട് സേവ് ഡോട്ട് then catch കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കൺസോളിലോട്ട് കാണാൻ പറ്റും. അത് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ DBയിൽ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും ഡാറ്റ. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരുന്നതാണ്. ഓരോ ID, ഇത് MongoDB ഇൻബിൽഡ് സംഭവമാണ്. _ID, ഓരോ ഡാറ്റയ്ക്ക് ഒരു ID ഉണ്ടാവും. ഓക്കെ, സോ ഇത് DBയിൽ നെയിം, ഏജ്, ഇമെയിൽ. നെയിം സ്ട്രിങ് ആയിട്ടാണ്, ഏജ് ഇൻറ്റിജർ ആയിട്ടാണ്, ഇമെയിൽ സ്ട്രിങ് ആയിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ DBയിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. സിമ്പിൾ മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ API കോഡ് ചെയ്യാൻ നോക്കാം. ഇനിയാണ് നമ്മുടെ ആക്ച്വൽ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നമ്മുടെ Node.js ആപ്ലിക്കേഷൻ വെച്ചിട്ട് MongoDB ആയിട്ട് കണക്ട് ചെയ്യാം, CRUD ഓപ്പറേഷൻസ് ചെയ്യാം, അതെല്ലാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് നമ്മുടെ DB ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് MongoDB കോമ്പാസ് എന്ന് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക. ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആഡ് ന്യൂ കണക്ഷൻ ക്ലിക്ക് ചെയ്യുക, ഡാസിറ്റീസ് കൊടുക്കുക, ജസ്റ്റ് സേവ് ആൻഡ് കണക്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ ഈ ഒരു സംഭവം കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള DBs ആണ് നമ്മുടെ MongoDBയുടെ. സോ നമുക്ക് വേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു UI കിട്ടും. ഇവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് അടിച്ചിട്ട് നമുക്ക് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ യൂസർ DB എന്ന് കൊടുക്കുക. ഓക്കെ, ഒരു കളക്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യണം. യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു കളക്ഷനും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ഡാറ്റാബേസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കലി നമ്മുടെ ഈ MongoDBയിൽ ഒരു ഡാറ്റാബേസും അതിൻ്റെ ഒരു കളക്ഷനും ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റയൊക്കെ ഈ ഒരു കളക്ഷൻ അണ്ടറിലാണ് വരിക. ഓക്കെ, അതെങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ Node.jsന്റെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് CMD അടിച്ചു. അപ്പോൾ നമ്മൾ npm init അടിക്കണം. npm ഇനീഷ്യലൈസ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു കമാൻഡ് അടിക്കുന്നു. അപ്പോൾ നമ്മുടെ നോഡ് മോഡൽസും പാക്കേജൊക്കെ ഇതിൽ ഇൻസ്റ്റാൾ ആവും. package.json ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതിനുശേഷം നമ്മുടെ കോഡ് സ്പേസ് ഡോട്ട് അടിച്ച് നമ്മുടെ VS കോഡിൽ നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് 2 പാക്കേജ് ആവശ്യമുണ്ട് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഒന്നാണ് ExpressJS, രണ്ടാമത്തെയാണ് MongoDB. ഇത് രണ്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ടെർമിനലിൽ ഒന്ന് വരട്ടെ, കുറച്ച് ടൈം എടുക്കും. കുറച്ചല്ല, ഇപ്പോൾ ടൈം എടുക്കും. ഇപ്പോൾ വന്നു എക്സ്പ്രസ് npm ആയി. നമുക്ക് ഫസ്റ്റ് വേണ്ടത് മോങ്കൂസ് MON GOS. അപ്പോൾ ഈ രണ്ട് പാക്കേജും നമുക്ക് നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ പാരലലി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. app.js. അപ്പോൾ നമ്മളിപ്പോൾ മോങ്കൂസും എക്സ്പ്രസും ഇൻസ്റ്റാൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ റിക്കവർ ചെയ്തെടുക്കേണ്ടി വരും. അതിനായിട്ട് കോൺസ്റ്റ് എക്സ്പ്രസ് ഈക്വൽ ടു റിക്വയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്രസ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ മോങ്കൂസ് റിക്വയർ ചെയ്തെടുക്കുക. ഓക്കെ, ഇത് രണ്ടും റിക്വയർ എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ലൈക്ക് ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് സൂം ആക്കി തരാം. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് എക്സ്പ്രസ് ആപ്പിന് ഇനീഷ്യലൈസ് ചെയ്യണം. പോർട്ട് വേണം, DB-URL വേണം. അതിനൊക്കെ വേണ്ടി നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. സോ ക്രിയേറ്റ് എക്സ്പ്രസ് ആപ്പ് എന്ന് കമൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം കോൺസ്റ്റ് ആപ്പിലേക്ക് നമ്മുടെ എക്സ്പ്രസിൻ്റെ സംഭവം സെറ്റാക്കി വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു Node.js റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോർട്ട് ആവശ്യമാണ്. അതിന് വേണ്ടി പോർട്ട് കൊടുക്കുന്നു, 3000 ഇടാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ DB ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു DB_URL. ഓക്കെ, ഇതിലാണ് നമ്മുടെ DB കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള URL കൊടുക്കേണ്ടത്. ഈ DB-URL എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കോമ്പാസ് എടുക്കുക. ഇതിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുക. കോപ്പി കണക്ഷൻ സ്ട്രിങ് കൊടുക്കുക. ഇങ്ങോട്ട് വരിക, അവിടെ ഇടുക. അപ്പോൾ ഇത്ര വരെ കിട്ടി. ഇനി നമുക്ക് അതിന് ഈ സ്ലാഷ് ഏത് DB ആണെന്ന് നോക്കുക. നമുക്ക് വേണ്ട DB ഏതാ, user/DB. അത് കൊടുക്കുക. user/DB കൊടുക്കുക. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് DB-യിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അത് മിഡിൽ വെയർ പാസ് ചെയ്യണം. മിഡിൽ വെയർ എന്ന് വെച്ചാൽ എക്സ്പ്രസിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു സംഭവമുണ്ട്, express.js. അത് യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് സെർവറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല റിക്വസ്റ്റിൽ വരുന്ന JSON ആണോ അല്ലയോ. അപ്പോൾ അത് അൺഡിഫൈൻഡ് അടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മിഡിൽ വെയർ പാസ് ചെയ്യും. അതിനുവേണ്ടി ജസ്റ്റ് ഒന്നുമില്ല, app.use. ഇത് ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്, ഇങ്ങനത്തെ കൊടുത്താൽ മതി. express.json. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതങ്ങ് കൊടുത്താൽ അതങ്ങ് സെറ്റ് ആവും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് DB കണക്ട് ചെയ്യുകയാണ്. DB കണക്ഷൻ. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി വിസിബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, DB കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യാൻ പറഞ്ഞത്, മോങ്കൂസ് ആണ്. മോങ്കൂസ് വെച്ചിട്ട് നമ്മൾ DB കണക്ട് ചെയ്യണം. അതെങ്ങനെ എഴുതുക, mongoose.connect ചെയ്യുകയാണ്. അപ്പോൾ കണക്ട് എന്ന് കൊടുക്കുക. എന്താണ് കണക്ട് ചെയ്യുന്നത്, DB ആണ്. അപ്പോൾ DB കണക്ട് ചെയ്യാൻ നമ്മളെ കയ്യിൽ എന്താണുള്ളത്, DB-URL. ജസ്റ്റ് DB-URL കൊടുക്കുക. പിന്നെ ഒരു കേർലി ബ്രാക്കറ്റിൽ ഒരു രണ്ട് സംഭവങ്ങൾ എഴുതാനുണ്ട്. അതിൻ്റെ പേരാണ് യൂസ് ന്യൂ URL പാർസർ. അത് ട്രൂ കൊടുക്കുക. അതേപോലെ തന്നെ ഒരു സാധനം കൂടിയുണ്ട്, യൂസ് യൂണിഫൈഡ് ടോപ്പോളജി. അതും ട്രൂ കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടും ട്രൂ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ MongoDBക്ക് എന്താണ് അൺവാണ്ടഡ് ആയിട്ടുള്ള വാർണിങ്സ് ഒക്കെ ഒഴിവാക്കാനും, പിന്നെ ലൈക്ക് എന്താണ് ഏറ്റവും MongoDBയുടെ ലേറ്റസ്റ്റ് കണക്ഷൻ ഫീച്ചേഴ്സ് ഒക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്തു തന്നത്. അതിനുശേഷം നമ്മൾ ഇത് കണക്ട് ചെയ്തനോ ഇല്ലെന്ന് അറിയണ്ടേ, അതിന് വേണ്ടി .then .catch കൊടുക്കുക. .then എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെന്ന് യൂസർക്ക് അറിയണ്ടേ, അതിന് വേണ്ടി ഒരു കൺസോൾ ഇടാൻ വേണ്ടിയിട്ട് .then യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലോഗോ കൊടുക്കാം. DB is connected. ഓക്കെ, ഇതൊക്കെ എടുത്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ .then കൊടുത്തു. ഇനി .catch കൂടി കൊടുക്കുക. സെയിം എറർ കൊടുക്കുക. catch എന്തിനാണ്, എറർ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്.
എറർ ഫൗണ്ട് കോമ ഇട്ടിട്ട് എറർ, ഈ ഒരു എറർ പ്രിന്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ നമുക്ക് നമ്മുടെ മോങ്കൂസ് വെച്ചിട്ട് നമ്മുടെ DBURL കണക്ട് ചെയ്യാൻ പറ്റും. DBURL എന്ന് വെച്ചാൽ നമ്മുടെ MongoDB കണക്ട് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തത് ജസ്റ്റ് കണക്ട് എന്ന് കൊടുത്ത് ഒരു പാരന്തസിസിൽ ഇത്രയും എഴുതുന്നു. അതിനുശേഷം ഡോട്ട് ദെൻ ഇടുന്നു. ഡോട്ട് ദെന്നിൻ്റെ സംഭവങ്ങൾ നോക്കുക. ഇത്ര വരെ ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ കൺസോൾ ലോഗ് ഇടുന്നു. അതേപോലെ ഡോട്ട് ക്യാച്ച് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ ബാക്കി കാര്യങ്ങൾ. ജസ്റ്റ് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സെർവർ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് സെർവർ. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആപ്പ് ഡോട്ട് ലിസൺ. എന്നിട്ട് ഇത് കണക്റ്റ് ആയതിനോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ആപ്പ് ഡോട്ട് ലിസൺ കൊടുക്കുന്നത്. ഓക്കെ, ആപ്പ് ഡോട്ട് ലിസൺ അടിക്കുക. എവിടെയാണ് നമ്മൾ പോർട്ട് റൺ ചെയ്യേണ്ടത്, ആ ഒരു പോർട്ട് നമ്മൾ മുകളിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പോർട്ട്. അപ്പോൾ ഇവിടെ പോർട്ട് എന്ന് കൊടുക്കുക. പിന്നെ ഒരു എറർ ഫംഗ്ഷൻ ഇട്ടിട്ട് നമുക്കത് കൺസോൾ ചെയ്യാം, ലൈക്ക് റൺ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലോഗ് സെർവർ ഈസ് റണ്ണിങ്. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്തിച്ച് നോഡ് ആപ്പ് ഡോട്ട് JS ഈ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കുക, എൻ്റർ അമർത്തുക. അപ്പോൾ ഇത് ഇഷ്യൂ ഒന്നും ഇല്ലാതെ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഓഫ് ഓൾ മോങ്കോസ് ഡോട്ട് കണക്റ്റ് വിളിക്കും. ആ DBURL പോകും. DBURL എന്ന് വെച്ചാൽ മോങ്കോഡിബിൻ്റെ URL കണക്റ്റ് ആവും. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വർക്കാവും. അതിനുശേഷം ഡോട്ട് ദെൻ കണക്റ്റ് സക്സസ്ഫുള്ളി കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡോട്ട് ദെൻ വർക്കാവും. അതിനുശേഷം കണക്റ്റ് ആയില്ലെങ്കിൽ ഡോട്ട് ക്യാച്ച് വർക്കാവും. ഇപ്പോൾ ഇവിടെ ഒരു ഇഷ്യൂ അടിച്ചിട്ടുണ്ട്, യൂസ് യൂണിഫൈഡ് ടോപ്പോളജി ഈസ് നോട്ട് സപ്പോർട്ടഡ്. അതിനടുത്ത് അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മിസ്സായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോഡ് ആപ്പ് ഡോട്ട് JS കൊടുക്കുക. അപ്പോൾ സംഭവം വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ. ഇത്ര എററെല്ലാം വരുമ്പോൾ നമ്മൾ തന്നെ നോക്കി വായിച്ചിട്ട് സെറ്റാക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, സെർവർ ഈസ് റണ്ണിങ്, DB ഈസ് കണക്റ്റഡ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ DB എല്ലാം സെറ്റായിട്ടുണ്ട്, കണക്ട് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മളൊരു MongoDBയിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കണം, ഡാറ്റ എങ്ങനെയുള്ള ഡാറ്റ നമ്മൾ മനസ്സിലാക്കണം. അതായത് അതിനൊരു പ്രത്യേക ടൈപ്സ് കൊടുക്കണം. അതേപോലെ ഡാറ്റക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് സേവ് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ, അതിന് നമുക്ക് മോഡൽ വേണം. അപ്പോൾ നമുക്ക് സ്കീമി മോഡൽസും വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്കീം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഡിഫൈൻ, ഞാനിപ്പോൾ എല്ലാം കൂടി നമ്മുടെ ഈ ഒരു ഫയലിലാണ് ചെയ്യാൻ പോകുന്നത്. നോർമലി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, വേറെ ഫയലാക്കിയിട്ട് ചെയ്യണം. ബട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതിന് ശേഷം അടുത്ത വരുന്ന സെക്ഷനിൽ നമുക്ക് ഫുൾ ഫോൾഡർ സ്ട്രക്ചർ എങ്ങനെയാണ് പക്കയായിട്ട് പഠിപ്പിച്ചിരുന്നതാണ്. ഓക്കെ, നമുക്ക് സ്കീമ ഡിഫൈൻ ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഞാനൊരു വേരിയബിൾ ഇടുന്നു, കോൺസ്റ്റ് യൂസർ സ്കീമ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത്, ന്യൂ അടിക്കുക, പുതിയതാണ്, മോങ്കോസ് ഡോട്ട് എസ് ക്യാപിറ്റൽ സ്കീമ. ഓക്കെ, ഈ സ്കീമ. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ എന്താ ചെയ്യേണ്ടത്, ഡാറ്റ ടൈപ്പ് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഡാറ്റ ഏതൊക്കെയാണ് വേണ്ടത് അതിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നെയിം എന്ന് കൊടുത്തു, നമുക്ക് ടൈപ്പ് കൊടുക്കാം എസ് ക്യാപിറ്റൽ, സ്ട്രിങ്, റിക്വയർഡ് ആണ്, റിക്വയർഡ് ട്രൂ, TRUE, കൊമ ഇടുക. എനിക്ക് അടുത്ത വേണ്ടത് ഏജ് എന്നുള്ള ഫീൽഡ്, നിങ്ങൾക്ക് ഏത് ഫീൽഡും കൊടുക്കാം കേട്ടോ, ഏജ്. അത് അതിനനുസരിച്ച് ഫ്രണ്ട് എൻഡിൽ പാസ് ചെയ്താൽ മതി. നമ്പറിന് നമ്മൾ ജസ്റ്റ് NUBER നമ്പർ കൊടുത്താൽ മതി. റിക്വയർഡ് ട്രൂ, നമുക്ക് ഞാനിപ്പോൾ 3 ഡാറ്റയാണ് പാസ് ചെയ്യാൻ വിചാരിക്കുന്നത്, നെയിം, ഏജ്, ഇമെയിൽ. അത് ഇങ്ങനെ ടൈപ്സ് ഇത്രയും കൊടുത്ത് റിക്വയർഡ് ട്രൂ, ഇത് ഓപ്ഷണൽ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എപ്പോൾ പാസ് ചെയ്യുമ്പോൾ നെയിം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസേർട്ട് ആവും, ഇല്ലെങ്കിൽ വയലേഷൻ അടിക്കും, നെയിം ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഫാൾസ് കൊടുത്താൽ ഇതിൻ്റെ ആവശ്യമില്ല, ഓപ്ഷണൽ ആക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ യൂസർ ഡിഫൈൻ സ്കീമ ഡെഫിനേഷൻ. ഇനി അടുത്ത മോഡൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം, മോഡൽ ക്രിയേഷൻ. ഓക്കെ, ക്രിയേഷൻ. ഇപ്പോൾ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, സെയിം കോൺസ്റ്റ് ഒരു വേരിയബിൾ ഇടുക, അതിലേക്ക് നമ്മൾ എന്താണ് മോങ്കോസ് യൂസ് ചെയ്തിട്ട് സ്മോൾ ലെറ്റർ മോഡൽ, നമ്മൾ ആ ഒരു മോഡലിൻ്റെ പേര് കൊടുക്കുക യൂസർ. പിന്നെ നമുക്ക് ഏത് സ്കീമയാണ് അനുസരിച്ചാണ് മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് കൊടുക്കുക. പിന്നെ DBയിൽ ഏത് കളക്ഷൻ്റെ പേരാണ് കൊടുക്കുക, ഏത് കളക്ഷൻ അണ്ടറിലാണ് സേവ് ചെയ്യേണ്ടത്. നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ
നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡി ബി ഇതാണ് ഡി ബി യൂസർ ഡി ബി. അതിനകത്തുള്ള യൂസർ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു കളക്ഷൻ ഉണ്ട്. ഈ ഒരു കളക്ഷൻ്റെ ഉള്ളിലാണ് നമുക്ക് ഡാറ്റ ഇവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ യൂസർ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു യൂസർ ഡീറ്റെയിൽസിനുള്ളിലേക്ക് നമ്മൾ മൊഡാലിലെ കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയാണ് പരിപാടി തുടങ്ങാൻ പോകുന്നത്. നമ്മളൊരു ഫസ്റ്റ് API ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ലൈക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് CRUD ആണ്. ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് എന്ന് വെച്ചാൽ ക്രിയേറ്റ്, രണ്ടും സെയിം തന്നെ. ലൈക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അതിനനുസരിച്ചാണ് ജസ്റ്റ് ക്രിയേറ്റ്, അങ്ങനെ മനസ്സിലാക്കി വെക്കുക, സിമ്പിളാണ്. ഇനി നമ്മൾ API നോക്കാം. app.post നമുക്ക് ഒരു എൻ പോയിന്റ് കൊടുക്കാം. ഞാനിപ്പോൾ കൊടുക്കുന്നത് /users എന്നുള്ള ഒരു എൻ പോയിന്റ് ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ഇൻസേർട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അതിനനുസരിച്ചൊരു നമ്മുടെ പോസ്റ്റ്മാനിൽ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് വിളിച്ചാൽ മതി. ഓക്കെ, ഇനി റിക്വസ്റ്റ് നോർമലി കൊടുക്കുന്ന പോലെ റിക്വസ്റ്റ്, ഇവിടെ റെസ്പോൺസ് ഓക്കെ, ഇത്രയും കൊടുക്കുക. മനസ്സിലായില്ലേ? ഇനി നമ്മൾ രണ്ട് കാര്യങ്ങൾ എഴുതും. ഒരു 2 ട്രൈ ക്യാച്ച് ഇടാം. ലൈക്ക് സംഭവം സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയെന്ന് DBയിലേക്ക് ഇൻസേർട്ട് ആയെന്ന് നോക്കാൻ. ഓക്കെ, ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈനുള്ള നമുക്ക് നമ്മുടെ DBയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന കോഡ് എഴുതാം. കോൺസ്റ്റ് യൂസർ, ഡോണ്ട് വറി, എല്ലാം പറഞ്ഞുതരും. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് ചെയ്യുക. യൂസർ ഡോട്ട് ബോഡി പറഞ്ഞുതരാം, ഇതുപോലെ തന്നെ ചെയ്തോ, പേടിക്കണ്ട. കോൺസ്റ്റ് ഇൻസേർട്ട് ഡാറ്റയിൽ വെയിറ്റ്, ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. യൂസർ ഡോട്ട് സേവ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് റെസ്പോൺസ് കൊടുക്കും. റെസ്പോൺസ് സ്റ്റാറ്റസ് 200 കൊടുക്കാം. ഡോട്ട് JSON ഒരു മെസ്സേജ് കൊടുക്കാം. എന്തായിരുന്നു? യൂസർ ക്രിയേറ്റഡ്, അതായത് ക്രിയേറ്റഡ് അല്ലെങ്കിൽ ഇൻസേർട്ടഡ്. ഓക്കെ, പിന്നെ ഉള്ളത് ഇൻസേർട്ടഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഇൻസേർട്ട് ചെയ്ത ഡാറ്റ പ്രിന്റ് ചെയ്യുക. ഡോട്ടുള്ള അടക്കോമ, സോറി എവിടെ പോയിക്കോമ. അപ്പോൾ നമ്മുടെ സംഭവം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ക്യാച്ചിൽ എന്തെങ്കിലും ഇഷ്യൂ അടിച്ചിട്ടുണ്ടെങ്കിൽ 400 കൊടുക്കുക. യൂസർ നോട്ട് ക്രിയേറ്റഡ്. ഓക്കെ, ജസ്റ്റ് എടുത്ത് കളയാം, ഇത് വേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു API ഉണ്ടാക്കിയിട്ടുണ്ട്, പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഈ ആപ്പ് റൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ MongoDB ആയിട്ട് കണക്ട് ചെയ്യും. അതിനുശേഷം നമ്മളൊരു സ്കീമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് മോഡലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻ പോയിന്റ് വിളിക്കുമ്പോൾ, ഈ ഒരു എൻ പോയിന്റ് API വിളിക്കുന്ന സമയത്ത് ആ റിക്വസ്റ്റിൽ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവും ഈ 3 കാര്യങ്ങൾ, നെയിം, ഏജ്, ഇമെയിൽ. അപ്പോൾ ഇത് 3 നമ്മുടെ ന്യൂ യൂസർ എന്ന് വെച്ചാൽ ഈ ഒരു മോഡലിന് കറക്റ്റായിട്ട് ഇവിടെ ആ യൂസറിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നെ ഈ യൂസർ ഡോട്ട് സേവ് വിളിക്കുന്ന സമയത്ത് നമ്മുടെ DBയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റെസ്പോൺസിലും കാണിക്കും. നമ്മുടെ DBയിൽ പോയി ചെക്ക് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കൺട്രോൾ C അമർത്തി നോഡ് app.js അടിക്കുന്നു, റൺ ചെയ്യുന്നുണ്ട്, പോസ്റ്റ്മാനിലേക്ക് വരുന്നു. ഇവിടെ 3000 ആണ്. ഓക്കെ, 3000ൽ ഞാനിവിടെ ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് കോപ്പി ചെയ്തിടുക. ഓക്കെ, പിന്നെ ഇത് പോസ്റ്റ് സെലക്ട് ചെയ്യുക, പിന്നെ ഇതിൽ ബോഡി ക്ലിക്ക് ചെയ്യുക, റോ ക്ലിക്ക് ചെയ്യുക, ഈ ഡാറ്റ എൻ്റർ ചെയ്യുക, JSON ആയെന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് ജസ്റ്റ് സെൻഡ് അമർത്തുക. ഇവിടെ പോകുന്നുണ്ട്, നീല വര പോകുന്നില്ല. യൂസർ ക്രിയേറ്റഡ്, ഇൻസേർട്ടഡ് ഡാറ്റ, റെസ്പോൺസ് വന്നിട്ടുണ്ട്, ഇമെയിൽ കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ DBയിൽ പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇഷ്യൂ ആണെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്യുമ്പോൾ സംഭവം വന്നിട്ടുണ്ട്. റിഫ്രഷ് ചെയ്യാൻ വന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് റീലോഡ് ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജിഷ്ണു ഗീക്സ് ഇവിടെ സക്സസ്ഫുള്ളി വന്നിട്ടുണ്ട്. ഓ മാൻ, അപ്പോൾ അത് സെറ്റായി. എന്താണ് സെറ്റായത്? മനസ്സിലായ സംഭവം? ലൈക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ യൂസേഴ്സ് എന്നുള്ളത് ഈ ഒരു Node.js ആപ്ലിക്കേഷൻ ഈ ഒരു പോർട്ടൽ 3000 റൺ ചെയ്യുമ്പോൾ ഈ ഒരു API എൻ പോയിന്റ് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഈ എൻ പോയിന്റിലേക്ക് ഹിറ്റ് ചെയ്യും. ഈ റിക്വസ്റ്റിൽ നമ്മളിവിടെ റോള്
ആ ബോഡി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോർമാറ്റിൽ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞത് നമ്മുടെ ഈ ഒരു എന്തൊക്കെ ഡാറ്റയാണുള്ളത്, നെയിം, ഏജ്, ഇമെയിൽ ആണ് കൊടുക്കേണ്ടത്. അത് മൂന്നും നമ്മൾ സ്ട്രിങ്ങും ഇൻറ്റിജറും നമ്പറും സ്ട്രിങ്ങുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്മൂത്തായിട്ട് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. യൂസർ ഈ ഒരു മൊഡാലിലേക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വന്ന ശേഷം ജസ്റ്റ് ഈ ഒരു മൊഡാലിന് ഡോട്ട് സേവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡി ബിയിലേക്ക് സേവ് ആയി. സിമ്പിൾ, ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ വേറെയും 1-2 ഫീൽഡ് ആഡ് ചെയ്യുക. ഇമെയിൽ, ഫോൺ നമ്പർ, അങ്ങനെയുള്ള ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ തന്നെ ഇവിടെയും ആഡ് ചെയ്യുക. ഫോൺ നമ്പറെല്ലാം എടുത്ത് സെൻഡ് ചെയ്ത് നോക്കിയാൽ ഇവിടെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പറ്റുമായിരിക്കും, നോക്ക്. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറി ചോദിച്ചാൽ മതി, ചെയ്യണമെന്നില്ല. ഇനി നമ്മൾ എന്താണ്, ഫസ്റ്റ് API ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്, ക്രിയേറ്റ് ആയി. ഇനി റീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, സിമ്പിളാണ്. റീഡ് എന്ന് വെച്ചാൽ ഗെറ്റ് ചെയ്യാം എല്ലാം. ഇപ്പോൾ ഒരു ഡാറ്റ നമ്മളിപ്പോൾ കൊടുത്തത്, ഓക്കെ, അത് ഗെറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഗെറ്റ് എന്ന് വെച്ചാൽ റീഡ് ചെയ്യാന്ന് വെച്ചാൽ ഗെറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് കാണിച്ചു തരാം, കാണിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് റീഡ് ചെയ്യുന്ന വെച്ചാൽ ഗെറ്റ് ചെയ്യാം. ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യാതെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ആപ്പ് പോസ്റ്റ് യൂസ് ചെയ്ത്, അപ്പോൾ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കും. ആപ്പ് ഗെറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എൻഡ് പോയിന്റ് ഓൾ യൂസേഴ്സ് കൊടുക്കാം. ഓൾ യൂസേഴ്സ് കൊടുക്കാം. ഈ സാധനങ്ങളൊന്നും വേണ്ടി വരില്ല. ജസ്റ്റ് നമുക്ക് എന്താണ് ഈ സംഭവം എടുത്തോളെ നെറ്റ് ചെയ്തതാണ്. ഇത് യൂസർ നോട്ട് ഫൗണ്ട് എന്ന് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ട്രയൽ നിങ്ങൾ ഏതാ പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റ് യൂസർ, ആ യൂസർ ഉണ്ടോ, ലൈക്ക് ഏതൊക്കെ യൂസറാണ് നമ്മുടെ ടേബിൾ ഉള്ളതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൈറ്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. യൂസർ ഡോട്ട് ഫൈൻഡ് മെത്തേഡ്, മോഡലിനകത്തുള്ള മെത്തേഡാണ് യൂസർ ഡോട്ട് ഫൈൻഡ് മെത്തേഡ്. മനസ്സിലായോ? ഇനി നമുക്ക് റെസ്പോൺസിൽ കളഞ്ഞു കൊടുത്ത് 200 കൊടുക്കാം. ഓൾ യൂസേഴ്സ് ഫൗണ്ട്. എന്നിട്ട് ഈ ഒരു ഓൾ യൂസേഴ്സ് പറഞ്ഞിട്ട് ഈ ഒരു യൂസർ കൊടുക്കുക. ഓക്കെ, ഇത് യൂസേഴ്സ് എന്ന് കൊടുക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏതെങ്കിലും ഒരു യൂസറാണോ എടുത്തത് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും. ഓക്കെ, ഇനി ഈ ഒരു API വിളിക്കുന്ന സമയത്ത് നമ്മുടെ അസിങ്ക് സംഭവം ഉണ്ട്. അസിങ്ക് അവൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കിട്ടിയതിന് ശേഷം മാത്രമേ അടുത്ത ബ്ലോക്ക് വർക്ക് ചെയ്യൂ. അതേപോലെ അത് ഇവിടെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസ്പോൺസ് കൊടുക്കുമ്പോൾ ഈ ഒരു ഡാറ്റ കിട്ടിയതിന് ശേഷം മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി ഓൾ യൂസേഴ്സ് എന്നുള്ള ആ ഒരു API കൂടി കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും വരുക, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ. നമ്മളെ DBയിൽ യൂസേഴ്സ് എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസർ ഡോട്ട് ഫൈൻഡ്. യൂസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊഡാലിൽ യൂസർ ഡീറ്റെയിൽസിലുള്ള എല്ലാ കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് എടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മുടെ റെസ്പോൺസ് ആയിട്ട് അവർ തരണം. അതായത് ഈ ഒരു ഡാറ്റ നമുക്ക് റെസ്പോൺസ് കിട്ടണം. ഇവിടെ വന്നിട്ട് 3000 ഓൾ യൂസേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്നും വേണ്ട, ആ സംഭവം കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഗെറ്റ് എടുക്കുക, സെൻഡ് അമർത്തുക. അപ്പം നമുക്ക് ഓൾ യൂസേഴ്സ് ഫൗണ്ട്, ഓൾ യൂസേഴ്സ് കിട്ടി. DBയിലെ എല്ലാ യൂസേഴ്സിനും നമ്മൾ റീഡ് ചെയ്തു. സിമ്പിൾ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്ഡേറ്റ് ചെയ്യുക, ലൈക്ക് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ഡാറ്റേനെ അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഒരു ഇൻസേർട്ട് ചെയ്ത ഡാറ്റയുണ്ട്, ലൈക്ക് ഈ ഒരു നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഡാറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചോ, അതിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്ഡേറ്റ്. അത് ഇതിൻ്റെ ID വെച്ചിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു API കൂടി ഉണ്ടാക്കുന്നു. അത് നമുക്ക് ജസ്റ്റ് ഇതിനെ കോപ്പി ചെയ്തിടാം, പണി ഉറക്കാം. ജസ്റ്റ് കോപ്പി ചെയ്തിടാം, അപ്ഡേറ്റ് പുട്ട് കൊടുക്കാം. ഓക്കെ, നോർമലി പോസ്റ്റ് തന്നെ കൊടുത്തിട്ട് അപ്ഡേറ്റ്, നോർമലി പോസ്റ്റ് തന്നെ കൊടുത്താലും സീനൊന്നുമില്ല, ബട്ട് നമുക്ക് പുട്ട് കൊടുക്കാം. ഓക്കെ, മറ്റേ PostgreSQL എല്ലാം നമ്മൾ ഡയറക്റ്റ് പോസ്റ്റ് കൊടുത്തിട്ട് പിന്നെ കുറേയിൽ അപ്ഡേറ്റ് ചെയ്യുക ചെയ്യാറ്. ഇതിലിപ്പോൾ നമുക്ക് അപ്ഡേറ്റ് പുട്ട് കൊടുക്കാം, സീനില്ല. users/id. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരാംസിൽ ID കിട്ടും. ആ ID വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് വേണ്ട, അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. സിമ്പിളാണ്. കോൺസ്റ്റ് സെയിം തന്നെ അപ്ഡേറ്റഡ് യൂസർ ഈക്വൽ ടു
await മോഡൽ യൂസർ ഡോട്ട് ഇതെല്ലാം ഫൈൻഡ് ഇതിൽ ഫൈൻഡ് ബൈ ഐ ഡി ആൻഡ് അപ്ഡേറ്റ് ഇതെടുക്കുക. ഇതിൻ്റെ മെത്തേഡാണ്, മോഡലിൻ്റെ ഉള്ളിൽ ഇൻബിൽഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഈ സംഭവങ്ങളൊക്കെ. എന്നിട്ട് റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് ഡോട്ട് ഐ ഡി. ടെൻഷനൊന്നും അടിക്കണ്ട, ജസ്റ്റ് ഞാൻ മറ്റേ പോസ്റ്റ്മാനിൽ കാണിച്ചാലും നിങ്ങൾക്ക് പിന്നെ ഒരു ഐ ഡി കിട്ടും. ഓക്കെ, പാരാംസ് ഡോട്ട് ഐ ഡി റിക്വസ്റ്റ് ഡോട്ട് ബോഡി ന്യൂ. ഓക്കെ, ഇത്രയും കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ റെസ്പോൺസ് 200 കൊടുക്കാം. യൂസർ അപ്ഡേറ്റഡ് പറഞ്ഞുതരാം സിമ്പിളായിട്ട്, ഡോണ്ട് വറി. ഇതിൽ നമുക്ക് യൂസർ എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റഡ് യൂസറെ ഡാറ്റ ഫുള്ള് കാണിച്ചു കൊടുക്കാം. ഓക്കെ, യൂസർ നോട്ട് അപ്ഡേറ്റഡ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം, ടെൻഷൻ അടിക്കണ്ട, ലൈക്ക് പേനിക്കാണ്ട പറഞ്ഞുതരാം. ലൈക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഈ ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് എൻഡിൽ പാസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ലൈക്ക് ഫ്രണ്ട് എൻഡിൽ എന്ന് വെച്ചാൽ API പാസ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം എങ്ങനെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു മോഡലിലേക്ക് കയറി, ഈ മോഡലിൽ ഫൈൻ ബൈ ഐ ഡി അതിൻ്റെ മെത്തേഡ് ഒരു ഇതുണ്ട്, മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് API പാസ് ചെയ്യുന്ന ഐ ഡി പാസ് ചെയ്തു. പിന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ബോഡിയിൽ പാസ് ചെയ്തു. പിന്നെ ഒരു ഇതും കൂടി പാസ് ചെയ്തു, ന്യൂ ട്രൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് റെസ്പോൺസ് കൊടുക്കുന്നു, യൂസർ അപ്ഡേറ്റഡ്, ഇല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഇങ്ങനെ എഴുതുക. ജസ്റ്റ് പുട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു നെയിമും ഏജും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഐ ഡിക്ക് പകരം നമുക്ക് ഇവിടെ കിട്ടിയ ഒരു ഐ ഡി ഇല്ല. ഓക്കെ, ഈ ഒരു ഐ ഡി കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഐ ഡി കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. ഇതാണ് ഈ പരാമിൽ വരുന്നത്. ഇതാണ് റിക്വസ്റ്റോട് പാരാംസോട് ഐ ഡിയിൽ ഈ ഒരു ഐ ഡിയാണ് പാസ് ചെയ്യുന്നത്. ലൈക്ക് ഇവിടെ കിട്ടുന്നത് ആ ഒരു ഐ ഡി ആണ്. ആ ഒരു ഐ ഡി ഇതിൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് DBയിൽ പോയിട്ട് ആ ഐ ഡിക്ക് അനുസരിച്ചുള്ള ഡാറ്റ എടുക്കും. അതിന് അനുസരിച്ചുള്ള ഈ ബോഡി അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ജസ്റ്റ് സെൻഡ് അമർത്തുക. നമ്മളെ റീസ്റ്റാർട്ട് ചെയ്യാൻ വിട്ടുപോയി. എപ്പോഴും ഓരോ API ഓരോ ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ റീസ്റ്റാർട്ട്, ലൈക്ക് ഇവിടെ നോഡ് ആപ്പ് ഡോട്ട് JS കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇഷ്യൂ അടിക്കുന്നതാണ്, നോട്ട് ഫൗണ്ട് എറർ. ഓക്കെ യൂസർ അപ്ഡേറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. സോ ഇത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഞാനിപ്പോൾ നേരത്തെ ചെയ്ത പോലെ റീലോഡ് ഡാറ്റ അടിച്ചാൽ മതി. അലീന പോൾ ആയിട്ടുണ്ട്, അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്, ഏജ് 30 ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ഒരു സംഭവം കൂടി. ക്രെഡിറ്റിൽ എത്രയായി? ക്രിയേറ്റ് റീഡ് ഇത് അപ്ഡേറ്റ് ആട്ടോ, അപ്ഡേറ്റ് ഓക്കെ, ഇൻസേർട്ട് പോസ്റ്റ് ഗെറ്റ് എല്ലാം. ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ടല്ലോ, ഡിലീറ്റ് അല്ലേ? ഓക്കെ, സോ ഇനി ഡിലീറ്റും കൂടി ചെയ്യണ്ടു. ബാക്കിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. സോ നമുക്ക് ഡിലീറ്റിന് ഇതും കൂടി അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് കൊടുക്കാം. ഡിലീറ്റിന് നമുക്ക് ഡിലീറ്റ് തന്നെ കൊടുക്കാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ സെയിം ഇവിടെ വേണമെങ്കിൽ നമുക്ക് യൂസേഴ്സിന് പകരം ഡിലീറ്റ് ആ ഒരു ഐ ഡി നേരത്തെ പറഞ്ഞ പോലെ പരാം സംഭവങ്ങളാണ്. ഈ പുട്ടിന് പകരം നമുക്ക് ഡിലീറ്റ് എന്നുള്ള സംഭവം ഉണ്ട് APIയിൽ, അത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ കൊടുക്കേണ്ടത് ഫൈൻഡ് ബൈ ഐ ഡി ആൻഡ് ഡിലീറ്റ്, ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊക്കെ എടുത്ത് കളയാം. ഐ ഡിക്ക് അനുസരിച്ചിട്ട് സംഭവം കണ്ടുപിടിച്ചിട്ട് ചങ്ങായി ഡിലീറ്റ് ചെയ്തോളും. ഓക്കെ, സിമ്പിൾ. യൂസർ എല്ലാം MongoDB തന്നെ ആ മോങ്കോസിലെ ചങ്ങായി ചെയ്തോളും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിനിപ്പോൾ ഈ ഒരു നമ്മൾ റിട്ടേൺ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഡയറക്റ്റ് അവൈറ്റ് കൊടുത്താൽ മതി. ഓക്കെ, യൂസർ ഡിലീറ്റ് എറർ ഫൗണ്ട് ജസ്റ്റ് കൊടുക്കുന്നതാണ്. കൺട്രോൾ+S അടിക്കുക, ഓണാക്കുക, എടുത്തു കൺട്രോൾ. വേർ ഇസ് ദ ടെർമിനൽ? ഓക്കെ,
കണ്ടിട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ പോട്ടെ, ഈ ഒരു ഐഡിയ എടുത്തോ, നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ യൂസർ മാറ്റിയിട്ട് ഡിലീറ്റ് ആക്കുക, ഇവിടെ ഡിലീറ്റ് ആക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. സെൻഡ് അമർത്തുക, യൂസർ ഡിലീറ്റഡ്. ഇനി ഈ ഒരു യൂസർ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോഴും പോവായിരിക്കും. പോയി. ഇത്രയേ ഉള്ളൂ CRUD ഓപ്പറേഷൻസ്. ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ചോദിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ സംഭവങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇത്രയും കോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ലെക്ചറിൽ, സെഷനിൽ നമ്മൾ JDT authentication വെച്ചിട്ട് എങ്ങനെ ടോക്കൺ ജനറേറ്റ് ചെയ്യാം, പിന്നെ എൻവയോൺമെന്റ് വേരിയബിൾസ് വെച്ച് പ്രൊഫഷനായിട്ട് എങ്ങനെ ചെയ്യാം, പിന്നെ ഫോൾഡർ സ്ട്രക്ചർ ആയിട്ട് എങ്ങനെ ചെയ്യാം, അതൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.